പുതിയ അധ്യയന വർഷത്തിൽ സുരക്ഷിതമായ സ്കൂൾ യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നത്. 2 വർഷത്തിലധികം പഴക്കമുള്ള എല്ലാ സ്കൂൾ വാഹനങ്ങളും RTO ഓഫീസിൽ ഹാജരാക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിൽ ഹാജരാക്കിയ വാഹനങ്ങൾക്ക് മാത്രമേ സ്കൂളുകളുടെ സർവീസ് നടത്താനുള്ള പെർമിറ്റ് നൽകിയിട്ടുള്ളൂ. സ്പീഡ് ഗവർണർ, വൈപ്പർ, ലൈറ്റുകൾ എന്നിവയുടെ പ്രവർത്തനവും സീറ്റുകൾ, സൈഡ് ഷട്ടറുകൾ എന്നിവയും വാഹനത്തിന്റെ പ്രവർത്തനക്ഷമതയും പരിശോധിച്ച ശേഷം മാത്രമാണ് അനുമതി നൽകുന്നത്. കൂടാതെ സ്കൂളുകൾ ഡ്രൈവർമാരുടെ വിവരങ്ങൾ പരിശോധനാ സമയത്ത് നൽകണം. അധ്യയന വർഷം തുടങ്ങുകയാണ്. സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലൊക്കെ ഒരുപാട് പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം കോളേജിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ചാൻസ് ഉണ്ട്. മറ്റ് കുട്ടികളെ കുത്തി നിറച്ച് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഇൻസ്പെക്ടർമാർ രാവിലെയും വൈകുന്നേരവും സ്കൂൾ പരിസരങ്ങളിലായിട്ട് ഒരു ദിവസം ഒരു സ്കൂളാണെങ്കിൽ അടുത്ത ദിവസം വേറെ സ്കൂൾ എന്നുള്ള രീതിയിൽ തന്നെ പരിശോധന കർശനമായിട്ട് നടത്തുന്നതായിരിക്കും. സ്കൂൾ ബസ് നിമിത്തമുണ്ടാകുന്ന വാഹന അപകടങ്ങളുടെ എണ്ണം നാൾക്ക് നാൾ നമ്മളുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ ഇത് പരമാവധി ബോധവൽക്കരണത്തിലൂടെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇത്തരം പരിശീലന പരിപാടികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതിയില്ലാത്തതോ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതോ ആയ വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.